ഇനി നമുക്കറിയേണ്ടത് മെത്തഡോളജി അഥവാ രീതിശാസ്ത്രമാണ്. റിപ്പോർട്ടിൻ്റെ പ്രധാന ഘടകമാണ് ഗവേഷണം നിർവഹിച്ചതിൻ്റെ രീതികൾ വിശദമാക്കൽ എന്നുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഡാറ്റ വിശദീകരിക്കൽ എന്നുള്ളത്. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ രീതിയിലാണ് എന്ന രീതിയിൽ ഇവിടെ ഗവേഷകൻ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഡാറ്റകൾ ശേഖരിച്ച വഴി എന്താണ്, സാമ്പിളിംഗ്, അത് കണ്ടെത്തിയ രീതികൾ എങ്ങനെയുള്ളതായിരുന്നു, പ്രതികരണം, തിരുത്തുകൾ എല്ലാം നൽകിയിട്ടുണ്ടോ, ദത്തത്തിൻ്റെ പരിമിതികൾ ഒഴിവാക്കിയത് ആരെ, ഏത് പക്ഷം ചേർന്നു എന്നിങ്ങനെ ശേഖരിച്ച ഡാറ്റയുടെ ഔചിത്യം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ വിശകലനങ്ങൾ, വിവിധ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളിലൂടെ സാമ്പിൾ വലിപ്പം നിശ്ചയിച്ചത് എങ്ങനെയാണ്, രീതിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധങ്ങളായ ഘടകങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഗവേഷണ രീതി തിരഞ്ഞെടുക്കുന്നത്. ഗവേഷണ വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഗവേഷണത്തിന് ആവശ്യമായ പഠന രീതി തിരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് റിസൾട്ട് അഥവാ ഫലം എന്നുള്ളതാണ്. റിസർച്ച് റിപ്പോർട്ടിൻ്റെ മറ്റൊരു ഘടകമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനവും കണക്കുകൂട്ടലും നടത്തി കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനങ്ങൾ നടത്തി കണക്കുകൂട്ടലുകൾ നടത്തി കണ്ടെത്തലുകളിൽ എത്തുന്നതാണ് റിസർച്ചിൻ്റെ ഫലം എന്ന് പറയുന്നത്. അതിലൂടെ ആദ്യ രൂപകൽപ്പന ചെയ്ത പരികൽപ്പനകൾ അഥവാ ഹൈപ്പോത്തീസിസ്, പ്രതീക്ഷകൾ ശരിയാണോ എന്ന് പരിശോധിക്കപ്പെടുന്നു. ഒരു ഗവേഷണ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് ഭാഗം അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ ഉൾപ്പെടുന്നു. വിവരണാത്മകവും അനുമാനവുമായ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്ന പ്രൊഫഷണൽ പട്ടികകൾ, ഏറ്റവും പ്രസക്തമായ കണ്ടെത്തലുകളുടെ വിവരണം, അതിൻ്റെ ആഖ്യാനം, വിവരണവും പട്ടികയുടെ പരസ്പര പൂരകങ്ങളായിരിക്കണം. ആഖ്യാനം വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ്. കൂടാതെ വ്യത്യസ്ത വസ്തുതകൾ ചർച്ച ചെയ്യുമ്പോൾ പട്ടികകളിൽ വിവരങ്ങൾ എവിടെ കണ്ടെത്താനാകുമെന്ന് സൂചിപ്പിക്കുന്നു. വിശകലനത്തിലെ എല്ലാ വിശദ വിവരങ്ങൾക്കും ഒരു വിവരണം എഴുതേണ്ടതില്ല. എല്ലാ സ്ഥിതിവിവര കണക്കുകളും പട്ടികകളിൽ അടങ്ങിയിരിക്കും. റിസൾട്ട് സെഷൻ പ്രധാനമായും പരികൽപ്പനകളുടെ വിലയിരുത്തലായിരിക്കും. ഗവേഷണ സിദ്ധാന്തങ്ങളെ പിന്തുണയ്ക്കുന്നതായിരിക്കും അത്. പിന്നുള്ളത് കൺക്ലൂഷൻ ആൻഡ് ഡിസ്കഷനാണ്, ഉപസംഹാരവും ചർച്ചയും. ഗവേഷണ കണ്ടെത്തലുകൾ വിദഗ്ധ സമൂഹത്തിന് ഇതിനകം അറിയുന്ന കാര്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ സെഷനിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഗവേഷണ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് സംഗ്രഹിക്കേണ്ടത്. വിഷയത്തിൻ്റെയും കണ്ടെത്തലുകളുടെയും പൊതുവായ പ്രാധാന്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെയാണ് പഠനത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളെക്കുറിച്ചും അവ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ചർച്ച ചെയ്യണം. പ്രതിപാദിച്ച ഗവേഷണ വിഷയത്തെക്കുറിച്ച് ഭാവിയിൽ ഗവേഷകർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒരാൾ പര്യവേഷണം ചെയ്യാൻ വളരെയധികം സമയം ചെലവഴിച്ച വിഷയത്തെക്കുറിച്ച് വായനക്കാരന് അറിഞ്ഞിരിക്കേണ്ട ധാരണ വ്യക്തമാക്കണം. പിന്നെയുള്ളത് റെഫറൻസാണ്. റെഫറൻസിൽ ഗവേഷണ റിപ്പോർട്ടിൽ മറ്റെല്ലാ ഘടകങ്ങളെയും പോലെ റെഫറൻസുകളും പ്രധാനമാണ്. ഗവേഷണത്തിൽ ഒരാൾ ഉന്നയിക്കുന്ന തെളിവുകളുടെയും അതുപോലെ യോഗ്യതയും വിലയും വിലയിരുത്താൻ ഗവേഷകന്മാരായ പണ്ഡിതന്മാർക്ക് ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നത് റെഫറൻസാണ്. വസ്തുതകളുടെയും ആശയങ്ങളുടെയും ഉറവിടം അന്വേഷിക്കുമ്പോൾ അത് എളുപ്പവഴി എന്ന രീതിയിൽ റെഫറൻസുകൾ വളരെ ഫലപ്രദവും കാര്യക്ഷമവുമാണ്. പിന്നെ വേണ്ടത് ഗ്രന്ഥസൂചികാധിക അഥവാ ബിബ്ലിയോഗ്രാഫിയാണ്. ഒരു ഗവേഷണ പ്രക്രിയയിൽ ഉപയോഗിച്ച എല്ലാ ഉറവിടങ്ങളെയും പരാമർശിച്ചാലും ഇല്ലെങ്കിലും ഒരു പട്ടികയാണ് ഗ്രന്ഥസൂചിക. പൊതുവെ ഒരു ഗ്രന്ഥസൂചികയിൽ രചയിതാക്കളുടെ പേരുകൾ, കൃതികളുടെ ശീർഷകങ്ങൾ, ഉറവിടങ്ങളുടെ പകർപ്പുകൾ, പ്രസിദ്ധീകരിച്ച കമ്പനികളുടെ പേരുകളും സ്ഥാനങ്ങളും, പ്രസാധകൻ്റെ പേരും സ്ഥാനവും കൃത്യമായി പേജ് നമ്പറുകൾ നൽകുന്നു. ഗവേഷണ റിപ്പോർട്ട് പ്രബന്ധം എന്ന തരത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു തീസിസിന് നിയതമായ ഫോർമാറ്റ് നിർദ്ദേശിക്കപ്പെടുന്നു. അതിലെ ടൈറ്റിൽ പേജ്, ഫോർവേഡ്, എക്നോളജ്മെൻറ്റ്, ടേബിൾ ഓഫ് ദി കണ്ടൻറ്റ്, ഇൻട്രൊഡക്ഷൻ, റിസർച്ച് ഡിസൈൻ, മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, മെത്തേഡ് ഓഫ് ഡാറ്റ അനലൈസിസ്, ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ്, സമ്മറി ആൻഡ് ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ റിസർച്ച്, അപ്പൻഡിസസ്, ടൂൾസ്, ഗ്ലോസറി ഓഫ് ദി ടേംസ്, ബിബ്ലിയോഗ്രാഫി, ഇൻഡെക്സ് എന്നിവ ഉൾപ്പെടുന്നു. ആമുഖത്തിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി, ലിമിറ്റേഷൻസ് ഓഫ് ദി സ്റ്റഡി തുടങ്ങിയവയും ഉൾപ്പെട്ടിരിക്കും. പിന്നുള്ളത് പ്ലാജിയറിസം എന്നുള്ളതാണ്. ഇതൊരു തരം കവർച്ചയാണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അറിവുകളും ഏതെങ്കിലും സ്ഥലത്ത് പകർത്തിയതോ കണ്ടെത്തിയതോ ആകാം. എല്ലാ ക്രമീകരണങ്ങളിലും ഇതുതന്നെയാണ് ശരി. പ്രഭാഷണമായാലും എഴുത്തായാലും പകർത്തിയ അറിവുകൾ തന്നെയാണ്. മനുഷ്യർ സ്വാഭാവികമായും പകർന്നവരാണ്. അധ്യാപകരുടെ ലെക്ചറിങ് ഒരു തരത്തിൽ പകർത്തലുകളാണ്. എന്നാൽ ഇങ്ങനെ പകർത്തുന്നതല്ല പ്ലേജറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരാളുടെ ഏതെങ്കിലും കൃതിയോ
എഴുത്തോ സ്വന്തമായി എടുക്കുകയും എന്നിട്ട് സ്വന്തം രചനയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. അക്കാദമിക പ്രവർത്തനങ്ങളിൽ ഇത് കളവാണ് എന്ന് മാത്രമല്ല ഭൗതിക തലത്തിൽ ഇത് വലിയ കുറ്റവുമാണ്. പ്ലേജറിസം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ പൊതുവിജ്ഞാനമല്ലാത്തവയിൽ ഉറവിടങ്ങൾ രേഖപ്പെടുത്തുക. ഇതിൽ വസ്തുതകളും ആശയങ്ങളും ഉൾപ്പെടും. ആരെങ്കിലും ഉദ്ധരിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ ഇടുക. ഉദ്ധരണി ചിഹ്നങ്ങളും നൽകിയിരിക്കണം. ഒരാളുടെ രചനകളോ ആശയങ്ങളോ അവരുടെ സമ്മതമോ അനുമതിയോ കൂടാതെ പൂർണ്ണമായ അംഗീകാരമില്ലാതെ സ്വന്തം സൃഷ്ടിയാക്കുന്നത് പ്ലേജറിസമാണ്. ഇതിൽ ഗവേഷണ രംഗത്ത് വ്യാപകമായുള്ളതാണ് ഈ ഒരു പ്രവണതയാണ് പ്ലേജറിസം എന്നുള്ളത്. അപ്പോൾ ഈ പ്ലേജറിസം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് ഗവേഷണ റിപ്പോർട്ട് വിലയിരുത്തലിന് വിധേയമാക്കുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഗവേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അതോടുകൂടി നമ്മുടെ 4ാമത്തെ മൊഡ്യൂൾ ഇവിടെ പൂർത്തിയാവുകയാണ്.